Welcome to the class 12 physics 44th lecture optics. Topic is compound microscope. Compound microscope. This is for plus 2 students. Optics. Topic is compound microscope. ഇപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പ്ലസ് 2 ഫിസിക്സ് ഒപ്റ്റിക്സിലെ റേ ഒപ്റ്റിക്സിലെ പാർട്ടാണ്. ഇപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ചിത്രം നോക്കിയേക്കാം. ഇതാ റേ ഡയഗ്രാം. ഈ റേ ഡയഗ്രാം വരയ്ക്കാൻ എപ്പോഴും ചോദിക്കുന്നതാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ലെൻസ് ഷോർട്ട് ഫോക്കസ് ലെൻസാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയും. ഒബ്ജക്റ്റീവ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഐ പീസ്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റീവിൻ്റെ തൊട്ട് മുമ്പിലാണ് ഒരു ഓബ്ജക്റ്റ് എ ബി ഇരിക്കുന്നത്. ആ ഫോക്കസിൻ്റെയും എഫിൻ്റെയും 2Fൻ്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഫോക്കസ് F എന്ന് പറയും, അത് ഡബിൾ ഫോക്കസ് 2F എന്ന് പറയും. അതിനിടയ്ക്കാണ് ഓബ്ജക്റ്റ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ഇമേജ് ഇൻവേർട്ടഡ്, അതിൻ്റെ എല്ലാവരുടെ ഇമേജ് ഇപ്പോഴത്തെ 2Fന് അകലം കിട്ടും. ആ 2Fന് അകലം കിട്ടുന്ന ഇമേജ് രണ്ടാമത്തെ ലെൻസ് ഐ പീസിന് ഓബ്ജക്റ്റായി പ്രവർത്തിക്കും. ഓബ്ജക്റ്റായി പ്രവർത്തിക്കുമ്പോൾ ആ ഓബ്ജക്റ്റ് വരുന്നത് രണ്ടാമത്തെ ലെൻസിൻ്റെ ഐ പീസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ അതൊരു സിമ്പിൾ മൈക്രോസ്കോപ്പ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സിമ്പിൾ മൈക്രോസ്കോപ്പായി പ്രവർത്തിക്കുകയും ഒരാൾ നോക്കുമ്പോൾ അയാൾ ഒരു വെർച്വൽ മാഗ്നിഫൈഡ് ഇമേജ്, വെരി മച്ച് മാഗ്നിഫൈഡ് ഇമേജ് കിട്ടും. ആ ഇമേജാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. A', B' എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ റേ ഡയഗ്രാം. അപ്പോൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ഒന്നാമത്തെ ലെൻസ് വരയ്ക്കുക. തുല്യ അകലത്തിൻ്റെ ഫോക്കസ് F മാർക്ക് ചെയ്യുക, അപ്പുറവും ഇപ്പുറവും. പിന്നെ ഇങ്ങേ സൈഡിൽ ഒരു 2F മാർക്ക് ചെയ്യണം. അത് ഈ OF ആ ദൂരത്ത് തുല്യമാണ്. ഫോക്കൽ ലെന്ത് വരുന്ന അകലത്തിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ Fയുടെയും 2Fയുടെയും ഇടയ്ക്ക് നമ്മൾ ഓബ്ജക്റ്റ് AB മാർക്ക് ചെയ്യണം. ഒരു റേ പാരലായിട്ട് വരയ്ക്കണം. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരച്ചിട്ട് ലെൻസിൽ കൊണ്ടുവരണം, ഒബ്ജക്റ്റീവിൽ കൊണ്ടുവരണം, ഒന്നാമത്തെ ലെൻസിൽ കൊണ്ടുവരണം. അവിടെ നിന്ന് റേ റിഫ്രാക്റ്റ് ചെയ്യും. ആ റേ ആ ഒന്നാമത്തെ ലെൻസിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കസിലൂടെ കടന്നു പോകും. രണ്ടാമത്തെ റേ ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകും, സ്ട്രെയിറ്റ് ആയിട്ട്, വ്യത്യാസമില്ലാതെ, ബെൻഡ് ചെയ്യാതെ. അവ രണ്ടുമാണ് B' കൂട്ടിമുട്ടുന്നത്. അപ്പോൾ A', B' അതാണ് ഫസ്റ്റ് ലെൻസ് ഉണ്ടാക്കുന്ന റിയൽ ഇമേജ്, ഇൻവേർട്ടഡ്, എൻലാർജ്ഡ്, ഒരു മാഗ്നിഫൈഡ് ഇമേജാണ് കിട്ടുന്നത്. ആ ഇമേജ് രണ്ടാമത്തെ ഐ പീസിന് ഓബ്ജക്റ്റായിട്ട് വരും. അപ്പോൾ രണ്ടാമത്തെ ലെൻസ് ഐ പീസ് വെക്കേണ്ടത് അതിൻ്റെ ഫോക്കസ് ഈ ഇമേജിൻ്റെ A', B'-ൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരണം. അതായത് രണ്ടാമത്തെ ലെൻസ് ഐ പീസിൻ്റെ ഫോക്കസിൻ്റെയും ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഇടയ്ക്ക് വരണം ഓബ്ജക്റ്റ്. അപ്പോൾ അതിൽ നിന്ന് ആ ഒബ്ജക്റ്റാണ് ഇവിടെ A', B' ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ലെൻസ് നിർമ്മിക്കുന്ന ഇമേജ് സെക്കൻഡ് ലെൻസിൻ്റെ റിയൽ ഒബ്ജക്റ്റായിട്ട് വരും. അതായത് A', B', റേ പാരലായിട്ട് വരയ്ക്കണം, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട്. അത് വന്നിട്ട് ബെൻഡ് ചെയ്ത് പോകും. രണ്ടാമത്തെ റേ ഒപ്റ്റിക് സെൻറ്ററിലൂടെ എന്നുള്ള പോയിന്റിലൂടെ ഒപ്റ്റിക് സെൻറ്ററിൽ കടന്നു പോകും. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു ഇമേജ് കാണാം, ഫൈനൽ ഇമേജ് A', B'. അത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷനിലാണ് കാണുന്നത്. D നമുക്കറിയാവുന്ന ദൂരം 25 സെൻറ്റിമീറ്റർ. ആ അകലത്തിൽ കിട്ടുന്ന പോലെയാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ V' എന്നൊരു ദൂരം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ V' ദൂരം താഴെ നോക്കിയാൽ കാണാം പടത്തിൽ. ആ V' ഈ സെക്കൻഡ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജിൻ്റെ അകലാണ്. അത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷനിലാണ് വരുന്നത്. അതുകൊണ്ടാണ് V' D എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫസ്റ്റ് ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റീവിൽ നിന്ന് ഓബ്ജക്റ്റിലേക്കുള്ള ദൂരം U എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. U ഒബ്ജക്റ്റീവിൽ നിന്ന് അതിൻ്റെ ഇമേജിലേക്കുള്ള അകലം V എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. V. പിന്നെ U' എന്നൊരു അകലം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. U'. അതായത് ഫസ്റ്റ് ലെൻസിൽ നിന്ന് സെക്കൻഡ് ലെൻസിൽ നിന്ന് നമ്മുടെ ഓബ്ജക്റ്റ്, ആ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെൻസിന് ഓബ്ജക്റ്റ്, അതായത് U' എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെൻസിൻ്റെ ഓബ്ജക്റ്റാണ്. A', B'-ലേക്കുള്ള അകലാണ് U' എന്ന് പറയുന്നത്. സെക്കൻഡ് ലെൻസിൽ നിന്ന് A', B'-ലേക്കുള്ള അകലം U' എന്ന് പറയും. ഇപ്പോൾ 2 ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ആംഗിൾ. ഒന്ന് ബീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെൻസിൽ റേ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിളാണ്.
ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് ലെൻസിലെ റേ നേരെ വരച്ചാൽ അത് ഇമേജിൻ്റെ സ്ഥാനത്ത് വെച്ച് ബെൻഡ് ചെയ്തിട്ട് സെക്കൻഡ് ലെൻസിൻ്റെ ഐ പീസിലേക്ക് പോവുകയാണെങ്കിൽ, സെക്കൻഡ് ലെൻസിൻ്റെ ഒപ്റ്റിക്സിലൂടെ പോവുകയാണെങ്കിൽ, ഐ പീസിൻ്റെ ഒപ്റ്റിക്സിലൂടെ പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. നമ്മൾ മാഗ്നിഫൈയിങ് പവർ ബീറ്റ ബൈ ആൽഫ എന്നാണ് വിളിക്കുന്നത്. ബീറ്റ ബൈ ആൽഫ, ദാറ്റ് ഇസ് മാഗ്നിഫൈയിങ് പവർ. അപ്പോൾ പടം വരച്ച് പഠിക്കണം ഈ റേ ഡയഗ്രാം. അതിൻ്റെ പ്രിൻസിപ്പിൾ ഓർത്താൽ നമുക്ക് ഈസിയായി വരയ്ക്കാം. ഒന്നാമത്തെ ലെൻസിൻ്റെ ഫോക്കസിൻ്റെയും എഫിൻ്റെ ടൂഫിൻ്റെ ഇടയ്ക്ക് ഒബ്ജക്റ്റ് വരണം. അതിൻ്റെ ഇമേജാണ് എ ഡാഷ് ബി ഡാഷ്. അത് രണ്ടാമത്തെ ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഫോക്കസിൻ്റെ ഇടയ്ക്ക് വരണം. അപ്പോൾ ഫൈനൽ ഇമേജ് എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് എന്ന് കിട്ടും. റേ വരയ്ക്കുന്നത് ഒന്നാമത്തെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിന് പാലായിട്ട് ലൈൻ വരയ്ക്കണം, മറ്റേ ലൈൻ ഒപ്റ്റിക്സിലൂടെ കടന്നു പോകും. അതുപോലെ രണ്ടാമത്തെ കേസിൽ ബി ഡാഷിൽ നിന്ന് റേ പാരലായിട്ട് വരയ്ക്കണം, എന്നിട്ട് ബെൻഡ് ചെയ്ത് പോകും. രണ്ടാമത്തെ റേ ഒപ്റ്റിക്സിലൂടെ പോകും. അത് രണ്ടും പുറകോട്ട് നീട്ടുമ്പോഴാണ് നമുക്ക് ഫൈനൽ ഇമേജ് എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് എന്ന് കിട്ടുന്നത്. പിന്നെ ആ ലൈൻ എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ്, ആ ലൈൻ മേപ്പെടുന്ന പൊക്കിയിട്ടുണ്ട് പിയിലേക്ക്. അതായത് എ ഡബിൾ ഡാഷ് പി എന്നുള്ള ആ ദൂരം നമ്മുടെ എ ബിക്ക് തുല്യമായ ദൂരമാണ്. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ആർ ദി കേസസ്? അപ്പോൾ എന്തുകൊണ്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു? അതിന് കാരണം സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ വളരെ കുറവാണ്. ഒരു 20 വരെ പരമാവധി വരുള്ളൂ. എന്നാൽ 200 500 മാഗ്നിഫിക്കേഷൻ വേണമെങ്കിൽ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വേണ്ടി വരും. ഇത് ലിവൻ ഹൂക്ക് ആണ് ഇൻവെൻറ്റ് ചെയ്തത്. ലിവൻ ഹൂക്ക് 1609 ഇത് നിർമ്മിക്കുന്നത്. സോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. Magnifying power of a simple microscope can be increased by decreasing the focal length of the lens, but it is very difficult to construct a convex lens of focal length 1.5 centimeter. So the maximum magnifying power possible is 20. In order to obtain a high magnifying power, a common microscope is used. Leeuwenhoek Hooke invented common microscope in the year 1609. അപ്പോൾ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മാഗ്നിഫൈയിങ് ഗ്ലാസ് കൊണ്ട് വളരെ ഉയർന്ന മാഗ്നിഫൈയിങ് പവർ കിട്ടുക പ്രയാസമാണ്. കോമൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ വളരെ കൂടിയ മാഗ്നിഫൈയിങ് പവർ നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും. അത് കിട്ടും. ലിവൻ ഹൂക്കാണ് കണ്ടുപിടിച്ചത്. ഈ കോമൺ മൈക്രോസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് 2 convex lenses. The lens near to the object is called objective, which is small and short focus to 1. The other lens near the eye is known as eyepiece. The focal length of the eyepiece is slightly greater than the objective. The aperture of the eyepiece is also greater than the objective. See the figure. Figure shows the formation of image by a compound microscope. A tiny object AB placed between f0 and 2f0 of the objective so that a real inverted image A dash B dash is formed beyond 2f0. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒബ്ജക്റ്റീവ് ആണ് ഫസ്റ്റ് ലെൻസ്. ആ ഫസ്റ്റ് ലെൻസിൻ്റെ f0യുടെയും 2f0യുടെയും ഇടയ്ക്കാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. അതിൻ്റെ റിയൽ ഇൻവേർട്ടഡ് എല്ലാർജർ ഇമേജ്, മാഗ്നിഫൈഡ് ഇമേജ് അതിൻ്റെ റൈറ്റ് സൈഡിൽ 2f0യ്ക്ക് അകലെ കിട്ടും. പറയണേക്ക് നോക്കുക. Next point is, the position of the eyepiece is so adjusted that the image A dash B dash lies within the focal plane of the eyepiece. The eyepiece will act as a simple microscope. Therefore, the final image A double dash B double dash is formed at the least distance of distinct vision
from the eye. Magnifying power. It is defined as the ratio of the angle. This is a simple microscopic. It is defined as the ratio of the angle subtended by the final image at the eye to the angle subtended by the object seen directly when both are placed at the least distance of distinct vision. അതാണ് ഈ മാഗ്നിഫൈ പവർ ഡെഫിനിഷൻ. നമ്മൾ ബീറ്റ ബൈ ആൽഫ എന്ന് പറയുന്ന ഡെഫിനിഷനാണ്. ടു കാൽക്കുലേറ്റ് ദി മാഗ്നിഫൈങ് പവർ ഡ്രോ എ ഡബിൾ ഡാഷ് പി ഈസിക്കൽ എ ബി. ഞാൻ പറഞ്ഞ പടത്തിൽ പി എന്നൊരു പോയിന്റ് ഉണ്ട്, എ ഡബിൾ ഡാഷ് പി, അത് എ ഡബിൾ ഡാഷ് എപ്പോഴും വരയ്ക്കുന്നതാണ്. എ ബിക്ക് തുല്യമായിട്ട് വരയ്ക്കണം. ദ സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ്. ജോയിൻ പി എന്ന് പറയുന്നത് പിയിൽ നിന്ന് രണ്ടാമത്തെ ലെൻസിൻ്റെ ഒപ്റ്റിക് സെന്ററിലേക്കുള്ള ദൂരമാണ്. ആ ലൈൻ നോക്കുക, ആ പടത്തിൽ നോക്കുക. ആ പിയിൽ നിന്ന് രണ്ടാമത്തെ ലെൻസിൻ്റെ ഒപ്റ്റിക് സെന്ററിലേക്കുള്ള ലൈനാണ് പി ഇ. രണ്ടാമത്തെ ലെൻസ് ഐ പീസ്, ആ ഒരു ഒപ്റ്റിക് സെന്ററാണ് ഈ നടുക്കാണെന്ന പോയിന്റ്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ പറയാൻ വേണ്ടിയാണ് ഈ ഡിസ്കഷൻ. To calculate the magnifying power, draw a double dash p equal AB, the size of the object. Then join P. Let alpha and beta are the angles subtended by the object kept at the least distance of distinct vision and the final image at the eyepiece. Since the eye is very close to the eyepiece, magnifying power m is equal beta by alpha. From the figure, we get beta is equal to a double dash b double dash by a double dash e. ബീറ്റ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ റേഡിയസ്. നിങ്ങൾ പടത്തിൽ നോക്കിയാൽ കാണാം ബീറ്റ ആർക്ക് ബൈ റേഡിയസ്. ആ ട്രയാങ്കിൾ എടുത്തിട്ട് ആർക്ക് ബൈ റേഡിയസ് എടുത്താൽ മതി. എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് ബൈ എ ഡബിൾ ഡാഷ് ഇ. പടം വേണം ഒന്നിട്ട് നോക്കാം, മനസ്സിലാവും. ബീറ്റ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഐ പി എസിൻ്റെ അവിടെ കാണിച്ചിരിക്കുന്ന ആംഗിളാണ്. ബീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രയാങ്കിൾ എടുക്കണം. ട്രയാങ്കിൾ എടുക്കുമ്പോൾ വലിയ ട്രയാങ്കിൾ എടുത്തിരിക്കുന്നത്. വലിയ ട്രയാങ്കിൾ, അതായത് പിന്നെ എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് ഇ എന്നുള്ള ട്രയാങ്കിൾ. ബീറ്റ അതിൻ്റെ ആർക്ക് ബൈ റേഡിയസ്. ആർക്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് റേഡിയസ് ആയിട്ട് എ ഡബിൾ ഡാഷ് ഇ എന്ന് കിട്ടും. ആർക്ക് ബൈ റേഡിയസ് അതാണ് ഇവിടെ പറയുന്നത്. ബീറ്റ ഈസ് ഈക്വൽ ടു എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് ബൈ എ ഡബിൾ ഡാഷ് ഇ. അതാണ് ബീറ്റ. അതേപോലെ ആൽഫയും കാണാം. ആൽഫ ഈസ് ഈക്വൽ, അത് പടത്തിൽ നോക്കിയാൽ കാണാം. ആൽഫ ഈസ് ഈക്വൽ ടു എ ഡബിൾ ഡാഷ് പി ബൈ എ ഡബിൾ ഡാഷ് ഇ. എ ഡബിൾ ഡാഷ് പി നമ്മൾ എ ബിക്ക് തുല്യമാണ് വരച്ചിരിക്കുന്നത്. സോ എ ബി ബൈ എ ഡബിൾ ഡാഷ് ഇ. Therefore m is beta by alpha. The first value is beta, the second value by alpha. ബൈ ആൽഫ എന്നുള്ളത് മറിച്ചിട്ട് വിളിക്കുകയാണ്. അപ്പോൾ എ ബി താഴെ വരും, എ ഡബിൾ ഡാഷ് ഇ മുകളിൽ പോവും. എ ബി ഇപ്പോൾ ഇവിടെ എ ഡബിൾ ഡാഷ് വെട്ടിപ്പോയിട്ട് എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് ബൈ എ ബി എന്ന് കിട്ടും. അതാണ് എം മാഗ്നിഫൈങ് പവർ. ഡിവൈഡിങ് ആൻഡ് മൾട്ടിപ്ലൈങ് ബൈ എ ഡാഷ് ബി ഡാഷ്. അപ്പോൾ ഈ കാണുന്ന എം ഈസ് ഈക്വൽ ടു എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് ബൈ എ ബിയെ താഴെയും മുകളിലും എ ഡാഷ് ബി ഡാഷ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് ബൈ എ ഡാഷ് ബി ഡാഷ് ഇൻറ്റു എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി. താഴെയും മുകളിലും എ ഡാഷ് ബി ഡാഷ് കൊണ്ട് വിളിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് ബൈ എ ഡാഷ് ബി ഡാഷ്. അതായത് ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫസ്റ്റ് ലെൻസിൻ്റെ. അതുകൊണ്ട് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ ആ കാണുന്ന ടേം അതിനെ നമ്മൾ എം ഇ എന്ന് പറയും. ഐ പീസിൻ്റെ മാഗ്നിഫിക്കേഷൻ എം ഇ സ്മോൾ ഐ പീസ്. ഇപ്പോൾ എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ മാഗ്നിഫിക്കേഷനാണ്. അതിനെ എം ഒ എന്ന് പറയും. അതായത് ഒരു കമ്പ്യൂട്ടർ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫൈങ് പവർ എം ഇ ഇൻറ്റു എം ഒ. എം ഇ ഇസ് ദി മാഗ്നിഫിക്കേഷൻ ഫോർ ഐ പീസ് ആൻഡ് എം ഒ ഇസ് ദി മാഗ്നിഫിക്കേഷൻ ഫോർ ഒബ്ജക്റ്റീവ്. And that is written here, where a double dash b double dash by a dash b dash is equal to mo, the magnification produced by the eyepiece, and a dash b dash by ab equal to mo, the magnification produced by the objective. The first term me ആണ്, second term mo ആണ്.
പിന്നെ അത് ഒന്ന് മാറ്റി പറയണം. അതായത് നമ്മളിപ്പോൾ എം ഇ സിക്വൽ ടു എം ഇ ഇൻറ്റു എം ഒ ചെയ്തിട്ടുണ്ട് ആ മോളിൽ കാണുന്ന ഇക്വേഷൻ. അപ്പം അതിന് രണ്ട് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. എം ഇ സിക്വൽ എം ഇ ഇൻറ്റു എം ഒ ആൻഡ് വി ഫൈൻഡ് വാല്യൂസ് ഫോർ എം ഇ ആൻഡ് എം ഒ ആസ് ഫോളോസ്. ലെറ്റ് വി ഡാഷ് ആൻഡ് യു ഡാഷ് ബി ദി image distance and object distance for the eyepiece, then ME is equal to B dash by U dash. അത് മാഗ്നിഫിക്കേഷൻ ഇക്വേഷനാണ്. ഈ ലെൻസ് ഇക്വേഷൻ നമുക്കറിയാമല്ലോ, 1/v മൈനസ് 1/u is 1/f ആണ്. അപ്പോൾ ഐ പി സി പറയുമ്പോൾ 1/v dash minus 1/u dash is 1/fa. F is the focal length of the eyepiece. Where f is the focal length of the eyepiece. But v dash and u dash are both negative. ഈ v dash u ഡാഷും ഐ പീസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ദൂരങ്ങളാണ്. അതുകൊണ്ട് രണ്ടും മൈനസാണ്. നമ്മളെപ്പോഴും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് കൺവെൻഷൻ വെച്ചിട്ട് ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ദൂരങ്ങളെല്ലാം നെഗറ്റീവും റൈറ്റ് സൈഡിലുള്ള ഡിസ്റ്റൻസുകളെല്ലാം പോസിറ്റീവാണ്. അതുകൊണ്ട് ഇവിടെ ഈ വി ഡാഷും യു ഡാഷും ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന അളവുകളാണ്, ദൂരങ്ങളാണ്. അത് മൈനസാക്കി കരുതണം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മൈനസ് സൈൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 1/v ഡാഷ് പ്ലസ് 1/u ഡാഷ്. യു ഡാഷ് മൈനസ് ആണല്ലോ, അവിടെ നേരത്തെ മൈനസ് ഉണ്ടായിരുന്നു, രണ്ട് പെട്ടി പോയിട്ട് പ്ലസ് 1/u ഡാഷ് ഈസ് 1/fa. ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു വി ഡാഷ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ വി ഡാഷ്. സോ മൈനസ് വി ഡാഷ് ബൈ വി ഡാഷ് പ്ലസ് വി ഡാഷ് ബൈ യു ഡാഷ് ഈസ് വി ഡാഷ് ബൈ fa. മൈനസ് വി ഡാഷ് ബൈ വി ഡാഷ് ഈസ് -1 പ്ലസ് വി ഡാഷ് ബൈ യു ഡാഷ് ഇസ്ക്വൽ വി ഡാഷ് ബൈ fa. ആ 1 റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. വി ഡാഷ് ബൈ യു ഡാഷ് ഈസ് 1 പ്ലസ് വി ഡാഷ് ബൈ fa. ഇനി വി ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ പടത്തിൽ കാണിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് വിഷൻ. ഐ പി എസിൽ നിന്ന് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് വിഷനിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഡി എന്ന് മാർക്ക് ചെയ്യും വി ഡാഷിനെ. therefore വി ഡാഷ് ബൈ യു ഡാഷ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഡി ബൈ fa. അതിനെയാണ് നമ്മൾ എം ഇ എന്ന് പറയുന്നത്. വി ഡാഷ് ബൈ യു ഡാഷ് എം ഇ മാഗ്നിഫിക്കേഷൻ ഫോർ ഐ പീസ് 1 പ്ലസ് ഡി ബൈ fa. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി എം ഇയുടെ. ഇനി ലെറ്റ് വി ആൻഡ് യു ബി ദ ഇമേജ് ആൻഡ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫോർ ദി ഒബ്ജക്റ്റീവ്, ദെൻ എം ഈസ് വി ബൈ യു. അപ്പോൾ നമ്മൾ ആ മുകളിലത്തെ ഇക്വേഷനല്ലോ, ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു എം ഇ ഇൻറ്റു എം ഒ. ഇതാ കാണുന്ന ഇക്വേഷൻ, ഒരു വര വരച്ചിരിക്കുന്ന നേരെ കാണുന്നത് എം ഈസ് ഈക്വൽ എം ഒ ഇൻറ്റു എം ഇ ഇൻറ്റു എം ഒ. and that we can write as m is v by u, capital M is v by u into 1 plus d by fa, because mo is equal to v by u and m is 1 plus d by fa. And that equation is important equation, and that also we replace in order to get a final equation. Since the object is placed very close to the principal focus of the objective, u is equal to f0. U equal to, read as equal to, u is f0, where f0 is the focal of the objective. The first image is formed very close to the eyepiece. Therefore, v is equal to L. V is equal to L, the length of the microscope, distance between the two lenses. Therefore, the above equation becomes m is L by f4 into 1 plus d by fa. And when this f is small and d is large, one can be neglected. d by fa will be large, therefore 1 plus d by fa is equal to d by fa. So we write m is equal to L by fo into d by fa. That is also an equation for magnifying power. Therefore, smaller the values of f and fa, smaller values of f and fa will produce greater magnifying power. In a common microscope, the objective and eyepiece are not eyepiece, only eyepiece. Eyepieces is not required.
The objective and eyepiece are not usually single lenses. Combination of lenses are used as objective and eyepiece. This is to remove defects in the final image. അതായത് ഈ ക്രോമാറ്റിക് അബറേഷനും സ്പ്ലിറ്റ് അബറേഷനും ഒഴിവാക്കാനായിട്ട് ഈ ലെൻസുകൾ സിംഗിൾ ലെൻസായിട്ട് വെക്കുന്നതിന് പകരം ഒബ്ജക്റ്റീവ് ഐപീസും സിംഗിൾ ലെൻസായിട്ട് വെക്കുന്നതിന് പകരം കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കും. അത്തരം കോമ്പിനേഷൻ നമ്മൾ അക്രോമാറ്റ് എന്നൊക്കെ പറയും. അക്രോമാറ്റിക് കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലെൻസിൻ്റെ ഇമേജ് ഡിഫക്റ്റുകൾ ഒഴിവാക്കാം. അപ്പോൾ സിംഗിൾ ലെൻസിന് പകരം കോമ്പിനേഷൻ ലെൻസ് ഐപീസിനും ഒബ്ജക്റ്റീവിനും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന് ഓർക്കണം. മെറിറ്റ്സ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെ മെറിറ്റുകൾ. മാഗ്നിഫൈങ് പവർ ഇസ് ഹൈ, 100 to 2000. ഓർക്കണം, ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന് മാക്സിമം 20 ആണ് മാഗ്നിഫൈങ് പവർ എങ്കിൽ ഇവിടെ 100 മുതൽ 2000 വരെ മാഗ്നിഫൈങ് പവർ. മാഗ്നിഫൈങ് പവർ ഈസ് വെരി ലാർജ് ഫോർ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ലെൻസ് അബറേഷൻസ്. ലെൻസിൻ്റെ ഡിഫക്റ്റുകൾ, അതിൻ്റെ വ്യത്യാസങ്ങൾ, ഡിഫക്റ്റുകളിൽ നിന്ന് മുക്തമാണ് ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. വിത്ത് റേ ഡയഗ്രാം, റേ ഡയഗ്രാം മാത്രം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. വിത്ത് റേ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഡിറൈവ് ആർ എക്സ്പ്രഷൻ ഫോർ ഇസ് മാഗ്നിഫൈങ് പവർ. മാഗ്നിഫൈങ് പവറിന് വ്യത്യസ്തമായ ഇക്വേഷനാണ്. നമ്മൾ MO ഇൻറ്റു ME എന്ന് ആദ്യം പറയും. മാഗ്നിഫൈറിന് വ്യത്യസ്തമായ ഇക്വേഷൻ. ഇപ്പോൾ കാൽക്കുലേഷൻ പ്രയാസമുണ്ടെങ്കിൽ ഇക്വേഷൻ ശരിക്കും പഠിച്ചാലും മതി. അപ്പോൾ നോക്കുക, മാഗ്നിഫൈ പവർ ഇക്വേഷൻ നോക്കുക. ആദ്യ ഇക്വേഷൻ ഈ കാണുന്നതാണ് MO ഇൻറ്റു ME. രണ്ടാമത്തെ ഇക്വേഷൻ ഈ കാണുന്നതാണ് ME is V/U ഇൻറ്റു 1 + D/FA. മൂന്നാമത്തെ ഇക്വേഷൻ ഈ കാണുന്നതാണ് ME is equal to L/FO ഇൻറ്റു D/FE. അങ്ങനെ 3 പ്രധാനപ്പെട്ട ഇക്വേഷനാണ് നമ്മൾ മാഗ്നിഫൈങ് പവറിൽ പറയുന്നത്. എക്സാമിനേഷന് പോയിന്റിനാണ് മാർക്ക്, അത് എല്ലാ സ്റ്റെപ്പുകൾക്കും മാർക്കില്ല. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇക്വേഷൻ പഠിച്ചാലും മാർക്ക് കിട്ടും. കാരണം ഓരോ പോയിന്റ് വെച്ച് ആണ് സ്കീം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ പഠിക്കുക, അതിൻ്റെ മെറിറ്റും അതിൻ്റെ മേന്മകളും ഓർത്തിരിക്കണം. വളരെ കൂടുതൽ മാഗ്നിഫൈങ് പവറുള്ള ഒരു ഡിവൈസാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. And that is all with the 44th lecture on ray optics for +2 physics. Thank you very much.